നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലാണ് ഏവരും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 2-ാം അധ്യായം ഇപ്പോൾ കേൾക്കാം. നോവൽ ഒറ്റമുലച്ചി, രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. അധ്യായം 2. കഥകിൽ തുടരെ മുട്ടുകേട്ടപ്പോഴാണ് മുരളി ഉണർന്നത്. തുറന്നപ്പോൾ വനജ. ഇവളിവിടെ? വെള്ളസാരിയും കറുപ്പ് ബ്ലൗസും ഇവൾക്ക് നന്നായി ചേരും. ഒളിച്ചിരിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ചാലുള്ള മുഖഭാവമായിരുന്നു അവൾക്ക്. ചിതറിക്കിടക്കുന്ന പത്രമാസികകൾ അടുക്കിയെടുത്ത് കട്ടിലിൽ വെച്ച് അവൾ കസേരയിലിരുന്നു. മഹേഷ് പറഞ്ഞു താനിവിടെ ഉണ്ടെന്ന്. ടൗണിലെത്തുമ്പോൾ തനിക്കൊന്ന് വിളിച്ചാലെന്താ? ഞാനിന്ന് വായന്നൂരിന് മടങ്ങണമെന്ന് ഓർത്തതാ. താൻ അറിഞ്ഞില്ലേ? മുരളിയുടെ കണ്ണുകൾ ചോദ്യങ്ങളായി. സഖാവ് മുരളിക്കെതിരെ പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടി ആരംഭിച്ച വിവരം? വനജ തൂവാല കൊണ്ട് മുഖം തുടച്ചു. DC ഇന്ന് ചന്ദ്രേട്ടൻ വിളിച്ച് പറഞ്ഞതാ. തനിക്ക് നോട്ടീസൊന്നും? നീ ഇന്നെന്തേ കോടതിയിൽ പോകാഞ്ഞേ? അറിഞ്ഞപാടെ തന്നെ തേടി വായന്നൂരിന് പോകാനിരുന്നതാ. DC സർക്കുലർ വരും മുമ്പ് വിവരം പറയാമല്ലോ. തന്നെ ഒറ്റപ്പെടുത്താനാ നിർദ്ദേശം. മുരളി തലയണ നീക്കിവെച്ച് നിവർന്നു കിടന്നു. ഫാൻ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. അതിൻ്റെ ശബ്ദം മാത്രം മുറിയിൽ മുഴങ്ങി. വനജ ഫാൻ ഓഫ് ചെയ്തു. ജനലഴികൾക്കപ്പുറം കത്തുന്ന വേനൽ. ചന്ദ്രേട്ടനുമായി അല്ല, പാർട്ടിയുമായി ഒരു ഒത്തുതീർപ്പിൻ്റെ വഴിയായിക്കൂടെ തനിക്ക്? തനിക്കതിനാവുമോ? ഇല്ലെന്നറിയാം. എങ്കിലും താനൊക്കെ ഇല്ലാതെ എങ്ങനെയാ ഒരു സംഘടനാ പ്രവർത്തനം? വനജ കട്ടിലിൽ കിടന്ന് രണഭൂമിയെടുത്ത് അലസമായി മറിച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ പുറം ചട്ടയും മറിച്ച് അതിലെ പരസ്യങ്ങളും കണ്ട് അവൾ എഴുന്നേറ്റു. നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നിട്ടും സഖാവിൻ്റെ പ്രതിമ അനാച്ഛാദനത്തിൽ മുരളി പങ്കെടുക്കാതിരുന്നത് എന്തേ? ഗ്ലാസിൻ്റെയും എച്ചിലിൻ്റെയും പാടുകൾ വീണ രണഭൂമിയുടെ പുറം ചട്ട കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. മുഖചിത്രമായി കൊടുത്ത ചുവന്ന കുടിക്കുള്ളിലെ സഹദേവൻ്റെ പ്രതിമയുടെ ഛായാചിത്രത്തിൽ നിന്നും മുരളി വനജയിലേക്ക് വന്നു. അവൻ്റെ കണ്ണുകളിലെ നനവ് വായിച്ചറിഞ്ഞതാവണം മറുപടി കാക്കാതെ വാതിൽ ചാരി അവൾ നടന്നു. പൊള്ളുന്ന വെയിലിലേക്ക് നോക്കി മുരളി കിടന്നു. വർഷങ്ങൾക്ക് മുൻപ് ധർമ്മടം കടപ്പുറത്തെ സന്ധ്യകൾ. കുഞ്ഞമ്പുവേട്ടൻ്റെ ക്ലാസ്സുകളിൽ അന്വേഷണ കുതികയായിരുന്ന പെൺകുട്ടി. മുക്കുവ കുടികളിൽ അക്ഷരങ്ങളുമായി എത്തിയ നീണ്ട മെലിഞ്ഞ പെണ്ണ്. മുക്കുവ സ്ത്രീകളെ അക്ഷരം പഠിപ്പിക്കുക എന്നതായിരുന്നു അന്ന് ഫെഡറേഷൻ്റെ നിർദ്ദേശം. അന്നൊരിക്കൽ ശിവപുരത്തെ ഫെഡറേഷൻ മീറ്റിങ്ങിൽ വെച്ച് സതിച്ചേച്ചി പറഞ്ഞു, കേട്ടോ മുരളി, വനജ വളരും, അവൾക്ക് നല്ലൊരു മനസ്സ് സ്വന്തമായുണ്ട്. മുക്കുവ കുടികളിൽ നിന്നും പിന്നീട് തിരുനെല്ലിയിലെ ആദിവാസി ഊരുകളിൽ 1-2 ആഴ്ച കുഞ്ഞമ്പുവേട്ടൻ്റെയും സതിച്ചേച്ചിയുടെയും ഒപ്പം അവളും താനും ഉണ്ടായിരുന്നു. വനജ വളരുകയായിരുന്നു. സംഘടനകൾ മാത്രമല്ല, തൻ്റെ മനസ്സിലും. പിന്നെവിടെയാണ് അവൾ തനിക്ക് നഷ്ടപ്പെട്ടത്? അവളല്ല, താനല്ലേ തളർന്നത്? ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താം. അവ ശരിയും തെറ്റുമാവാം. ശരിയായാലും തെറ്റായാലും ഇന്ന് അവൾ തന്നെ തേടി വന്നു. കോളേജ് ക്യാമ്പസിൽ ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. യാത്രകളിൽ, മീറ്റിങ്ങുകളിൽ, ചർച്ചകളിൽ. പിന്നെ എവിടെയാണ് അവളുടെ മനസ്സ് തനിക്ക് നഷ്ടമായത്? തിരുനെല്ലിയിലെ ആദിവാസി കുട്ടികൾക്ക് നഷ്ടമായത്? മുക്കുവ കുടികളിലെ സ്ത്രീകൾക്ക് നഷ്ടമായത്? ശിവപുരം സമ്മേളനം കഴിഞ്ഞ് 4-5 കൊല്ലം ഫെഡറേഷൻ സമ്മേളനം നടന്നില്ല. പിന്നീട് കണ്ണവത്തെ സമ്മേളനത്തിൽ വെച്ച് സതിച്ചേച്ചി ചോദിച്ചു, തനിക്ക് എന്തു പറ്റി? താനിപ്പോൾ എവിടെയാ? ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഒതുങ്ങലുണ്ടോ? അതും സഖാവിനെ പോലുള്ളവരുടെ സേവനം ഒരു ഓണം കേറാ മൂലയിൽ മാത്രമായാലോ? താൻ വനജയെ നോക്ക്, ഓളുടെ വളർച്ച കണ്ടില്ലേ? ശരിയാണ്, വനജ വളർന്നിരുന്നു. സൈദ്ധാന്തിക ചർച്ചകളിൽ, സിംബോസിയങ്ങളിൽ വനജ നിറഞ്ഞു നിന്നു. കടപ്പുറത്തെ മുക്കുവരുടെ വിയർപ്പും ആദിവാസി ഊരുകളിലെ കണ്ണീരും അവൾ സിദ്ധാന്തങ്ങളുടെ നിലപാട് തറകളിൽ ഒതുക്കി. മുക്കുവർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി വനജ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. പത്രങ്ങൾ എഴുതി. വനജ വളർന്നു.
കുഞ്ഞമ്പുവേട്ടൻ്റെ ക്ലാസ്സുകളിൽ അന്വേഷണ കുതികിയായിരുന്ന നീണ്ടു മെലിഞ്ഞ പെൺകുട്ടി വളർന്നു, തടിച്ചു, കവിളുകൾ തുടുത്തു. പക്ഷേ മുക്കുവ കുടികളിലെ സ്ത്രീകൾ വനജയെ അറിഞ്ഞില്ല. തിരുനെല്ലിയിലെയും അട്ടപ്പാടിയിലെയും കണ്ണവത്തെയും ആദിവാസികൾ വനജയെ മറന്നു. മുമ്പൊക്കെ കണ്ണവം കാടുകളിലെ കുറിച്യ കോളനിയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, ഓൾ എന്തിയേ? കോളയാട്ടെയും കേളകത്തെയും പണിയാ കോളനിയിൽ പെണ്ണുങ്ങൾ വനജയെ കാത്തിരിക്കും. കാട്ടിൽ നിന്നും സമ്പാദിച്ച ചെറുതേനുമായി എല്ലിച്ച വനജയ്ക്ക് തടിവയ്ക്കാൻ റാഗി അരച്ച് ശർക്കരയിട്ട് ചോറുണ്ടാക്കി കൊടുക്കും. അവൾക്കതൊക്കെ മറക്കാൻ കഴിയുമോ? എന്നും സിദ്ധാന്തങ്ങൾ താഴേക്കിടക്കാർക്ക് വേണ്ടിയാവണമെന്നല്ലേ മാർക്സ് പറഞ്ഞിട്ടുള്ളത്? അവരിൽ നിന്നും മാറി നിന്ന് അവർക്ക് വേണ്ടി സിദ്ധാന്തങ്ങൾ ചമയ്ക്കുവാൻ ആർക്കാണ് കഴിയുക? ഇക്കാര്യം ഓർമ്മപ്പെടുത്താൻ വനജയെ തേടി പലതവണ അവളുടെ വീട്ടിലെത്തി. കാണുവാൻ കഴിഞ്ഞില്ല. കത്തുകൾ അയച്ചു. മറുപടി വന്നു. സൂത്രവാക്യങ്ങൾ പോലുള്ള ചില വാചകങ്ങൾ. വനജയ്ക്ക് സാധാരണക്കാരുടെ ഭാഷ നഷ്ടപ്പെടുകയായിരുന്നു. ഈ മാറ്റം മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഒന്നിച്ചു നയിച്ച എത്രയോ സമരങ്ങൾ. എന്നും അവൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് അവൾ വക്കീലായി. എങ്കിലും സംഘടനയിൽ നിന്ന് പുറത്തു പോയില്ല. ഇപ്പോൾ അവളുടെ വരവ് ഒരു ചോദ്യചിഹ്നമായി. തനിക്ക് കമ്മിറ്റി താക്കീത് നൽകിയപ്പോൾ വനജയ്ക്ക് വേദന തോന്നി. അവളുടെ മനസ്സിൽ നനവുണ്ട്. അവളുടെ ഉള്ളം കയ്യിൽ പിടിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പാർട്ടി കമ്മിറ്റികളിൽ ഒതുങ്ങുന്നതല്ല കുട്ടി, നമ്മൾ പണ്ടുമുതലേ നടന്നു തീർത്ത വഴികൾ. ആദിവാസി ഊരുകളിലെയും മുക്കുവ കുടിലുകളുടെയും കണ്ണീരൊപ്പാൻ ഒരു കമ്മിറ്റിക്കുമാവില്ല, ഒരു ഭരണക്കാർക്കും. എങ്കിലും രണ്ടിറ്റു കണ്ണീരെങ്കിലും നമുക്കവർക്കായി കൊടുത്തുകൂടെ? അവർ തരുന്ന കാട്ടുതേനിൻ്റെ രുചിയുള്ള, നമ്മൾ വേണ്ടുവോളം കുടിച്ചിട്ടുള്ള അവരുടെ സ്നേഹവായ്പിന് പകരമായി. പക്ഷേ ഇതൊന്നും ഒരിക്കലും തനിക്കിനി അവളോട് പറയാനാവില്ലല്ലോ. പുറത്ത് വേനൽ കത്തിയമരുന്നു. മുറി പൂട്ടിയിറങ്ങി വെറുതെ നടന്നു. തെക്ക് കോടതിക്കപ്പുറം കായൽ. ഇപ്പോൾ അവർ അവിടെ എത്തിയിട്ടുണ്ടാവും, വിജയനും ശിവദാസനും മഹേഷുമൊക്കെ. ഒരു ദിവസത്തിൻ്റെ ചുവപ്പ് കൂടി കായലിൽ മരിക്കാനൊരുങ്ങുന്നു. നേരം ഇത്രയായിട്ടും താനിതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. വിശപ്പും മറന്നു തുടങ്ങിയിരിക്കുന്നു. എരിഞ്ഞൊടുങ്ങുന്ന സന്ധ്യയുടെ ചുവപ്പിലേക്ക് മുരളി നടന്നു. നോവൽ വായനയിൽ ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 2ാമത്തെ അധ്യായമാണ് ഇപ്പോൾ ഇതുവരെ കേട്ടത്.